സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണ്, യാത്ര. നമ്മുടെ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ ഒരു 3-4 സുഹൃത്തുക്കൾ ഒരുമിച്ച് ഇന്ന് 1-ാം തീയതിയാണ്. അപ്പോൾ അതിനെ പിഴുക്കാൻ വീട്ടാനായിട്ടുള്ളൊരു യാത്രയാണ്. തൃശ്ശൂർ ജില്ലയിലാണ് പോകുന്നത്. നിങ്ങൾക്ക് പലർക്കും പരിചിതമായ ഒരു സ്ഥലമാണ് തൃപ്പേക്കുളം പാലസ്. നല്ല ഭക്ഷണമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ്. മാതൃക ടോട്ടി പാർലർ. ഫാമിലികൾക്കും വരാം, എല്ലാവർക്കും വരാവുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളങ്ങനെ അതിൻ്റെ മുൻവശത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെയാണ് വന്നത്. അപ്പോൾ ഞാൻ 1-ാം തീയതി അല്ലേ, നല്ല ഭക്ഷണം നേരത്തെ രാവിലെ തന്നെയാണ് കഴിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ രാവിലെ 11 മണിയാവാണ്ട് കറികളോ ഒന്നും ആവില്ല. അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. അതിൻ്റെ പുറകിൽ നോക്കിയപ്പോൾ അതിവിശാലമായ പാടങ്ങളും ത്തിൻ്റെ പള്ളയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു ചെറിയ തോടും അരുവിയും പോലെ പൊടിയ പരളിമീനുകളും അതൊക്കെ കണ്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു, ഈ കറികളൊക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഷാപ്പിനോട് നേരെ അപ്പുറത്തെ സൈഡാണ് നമുക്ക് കിച്ചൺ വരുന്നത്. ആ കിച്ചണിൽ നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ല, എന്നാലും നമ്മൾ പുറത്ത് നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് അവിടെ തകൃതിയിൽ പണി നടക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി ഭക്ഷണത്തിനൊരു തയ്യാറെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എൻ്റെ പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങി റൂമുകളൊക്കെ ഒന്ന് സന്ദർശിച്ചു. ഫാമിലി റൂമുണ്ട്, AC റൂമുണ്ട്. അതുപോലെ തന്നെ ഒന്ന് മൂത്രമൊഴിക്കാൻ ഒന്ന് പോയപ്പോൾ ടോയ്ലറ്റ് നല്ല ക്ലീനാണ്. എല്ലാം ബാത്റൂമും ടോയ്ലറ്റൊക്കെ നല്ല പെർഫെക്റ്റാണ്. ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വിവിധ തരം കലാരൂപങ്ങളുടെ ചിത്രങ്ങളും അവിടെയുണ്ട്. ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പകിടോടുകൂടിയുള്ള അതും അതിൻ്റെ സീനറിയിൽ കാണാം. വിശാലമായ ഓരോ കബോർഡ് വെച്ച് തിരിച്ച 2 പേർക്ക് 4 പേർക്ക് ഫാമിലികൾക്ക് ഇരിക്കാവുന്ന. ഞങ്ങൾ തിരഞ്ഞെടുത്തത് 13-ാമത്തെ നമ്പർ റൂമാണ്. ഞങ്ങൾ 8:30 ആയപ്പോൾ എത്തിയതുകൊണ്ട് ഇവിടെ കറികളും എല്ലാം ആവുന്നുണ്ടായുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷമാണ് അപ്പോൾ പകുതി സാധനങ്ങൾ ആവണുള്ളൂ എന്ന് പറഞ്ഞ് വെയിറ്റർ വന്നു ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരം പരപര വെളുത്തു. ഞങ്ങൾ കള്ളു കുടിക്കാനായിട്ട് ഷാപ്പിലെത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആദ്യം വന്നത് പന്നി ഫ്രൈ ആണ്. പന്നി ഫ്രൈ ഞങ്ങൾ എല്ലാവരും കുറച്ചൊച്ച കഴിച്ചുകൊണ്ടിരിക്കാതെ ഞങ്ങളുടെ പൈനാപ്പിൾ കള്ളും മുന്തിരിക്കള്ളും എത്തി. അതിൽ ഞങ്ങൾ ആദ്യം സാധു നോക്കിയത് മുന്തിരിക്കള്ളാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മുന്തിരിയുടെ സത്തും ആ കള്ളിനൊരു ടേസ്റ്റ് ഉണ്ട്. ആ കള്ളിൻ്റെതായ മണമൊക്കെ ഒന്ന് മാറി നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഓരോ സാധനങ്ങളൊക്കെ അവിടെ വന്നു തുടങ്ങി. അങ്ങനെ മുന്തിരിക്കള്ള് എല്ലാവരും ഓരോ ഗ്ലാസ് ഒന്ന് ട്രൈ ചെയ്തു. ഞങ്ങൾ ചിയേഴ്സ് അടിച്ച് ഞങ്ങൾ 4 പേരും മുന്തിരിക്കള്ള് കുഴപ്പമില്ല, നല്ല സാധായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾക്ക് വന്നത് താറാവ് കറി, മൊയിലിറച്ചി, അപ്പം, കള്ളപ്പമാണ്. കള്ളപ്പം താറാവ് കറിയൊക്കെ കൂട്ടി അടിക്കാൻ നല്ല സാധായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് രണ്ടാമത് ഞങ്ങൾ കഴിച്ചത് പൈനാപ്പിളാണ്, പൈനാപ്പിൾ കള്ളാണ്. അതിനെന്തോ ഒരു പുളിരസം ഫീൽ ചെയ്തു. ബാക്കിയുള്ള കറികളൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ഒരുപാട് കറികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതെല്ലാം നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണ്ടപ്പെട്ട രാവിലെ തന്നെ ആയതുകൊണ്ട് ആയ കറികളാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതിൽ സനലിന് ഇഷ്ടപ്പെട്ടത് മൊയിലാണ്. അതിനുശേഷം ഞങ്ങൾ ഒരു കൊഴുവ ഫ്രൈ ഓർഡർ ചെയ്തു. കൊഴുവ ഫ്രൈ ശരിക്കും മൊരിഞ്ഞു പോയി, കുഴപ്പമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അത്യാവശ്യം ആവറേജ് ഉണ്ട് ഈ ഷാപ്പിൽ. അതിൻ്റെ AC റൂമുണ്ട്. അതിൻ്റെ ഇതൊക്കെ വിശേഷങ്ങളാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.